അസ്സലാമലൈക്കും അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പ്രാവശ്യത്തെ ഇലക്ഷന് പൊട്ടിച്ചതാണ്, പഴയതൊന്നല്ല. ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലാണ്, തോന്നൂർക്കര പള്ളിയുടെ അവിടെ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഇതേ ആവർത്തനം നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടായി. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയ പടക്കത്തിലും ഇതുണ്ട്. അപ്പം നമ്മുടെ പടക്കങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് വിശുദ്ധ ഖുർആന് കൊണ്ടാണ്. അതുകൊണ്ട് വീടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും പഴയ ഖുർആൻ, നിങ്ങൾ പഴയ പുസ്തകം വിൽക്കുന്നതിൻ്റെ കൂടെ മദ്രസയിലെ പുസ്തകമോ വിശുദ്ധ ഖുർആനോ അതുപോലെ തന്നെ ഖുർആൻ ആയത്തുള്ള പുസ്തകങ്ങളോ ഒരു കാരണവശാലും വിൽക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സ്വന്തം കരിച്ച് അത് ഒഴുക്കിക്കളയുകയോ അല്ലെങ്കിൽ കരിച്ച് കിണറ്റിലിടുകയോ ചെയ്യാം. ഒരു കാരണവശാലും ഇത്തരം ആളുകൾക്ക് കൊടുക്കരുത്. അത് മുഴുവൻ പടക്കമാക്കി ഉണ്ടാക്കി റോട്ടിൽ വന്ന് പൊട്ടി ഇതേ അവസ്ഥയിൽ ആളുകൾ മുഴുവൻ ചവിട്ടി പോത്തുന്ന അവസ്ഥയാണ് കാണുന്നത്. പ്രത്യേകം ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുക. ഈ പടക്കത്തെക്കുറിച്ച് അന്വേഷിച്ചു. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അതിൻ്റെ കൂടെ പിന്നാലെ കൂടി SP പരാതി കൊടുത്തു. ഇപ്പോൾ SP അന്വേഷിച്ചപ്പോൾ അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്ക് ലെറ്റർ പേഡിൽ എഴുതി പരാതി കൊടുത്തതിന് അടിസ്ഥാനത്തിൽ മഹല്ല് കമ്മിറ്റിക്ക് SP ഭാഗത്ത് നിന്ന് മറുപടി പിന്നാലെ കൂടി കുറേ പടക്കം പിടിച്ചെടുത്തു. ഇത് ശരിക്ക് നമ്മുടെ ഭരണഘടനാ ലംഘനമാണ്, നമ്മുടെ മതത്തെ പിച്ചു ചിന്തുന്ന അവസ്ഥയാണ് എന്നൊക്കെ പരാതി കൊടുത്തപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തിയത് കുന്നംകുളത്ത് നിന്നാണ്. കുന്നംകുളം പ്രദേശത്ത് ഉണ്ടാക്കുന്ന പടക്ക കമ്പനികളിൽ നിന്നാണെന്നാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇസ്ലാമിൽ നിന്നിച്ചാൽ അള്ളാഹു നമ്മളെ വെറുതെ വിടുകയില്ല. അസ്സലാമു അലൈക്കും. ഇതെല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യണം. പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ് പടക്കമുണ്ടാക്കിയിട്ട് ആഹ്ലാദ പ്രകടനത്തിന് ഉപയോഗിക്കുന്നത്. ഇതുമായി നമ്മൾ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്, FIR ഇടിപ്പിച്ചിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും നമ്മുടെ ആളുകൾ ഏതെങ്കിലും പ്രദേശത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ ആ പടക്കത്തിൻ്റെ മുകളിലെടുത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ഇന്ത്യൻ ഭരണഘടന തെറ്റാണ്. ഒരു മതത്തെ വ്രണപ്പെടുത്തുന്ന പ്രവണത ഉണ്ടാവാൻ പാടില്ല എന്ന് കർശന നിയമമുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതെല്ലാവരും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ വരുന്ന പഴയ ഖുർആൻ കിതാബുകൾ ഇങ്ങനെ കൊടുക്കുന്നൊരവസ്ഥ ഒഴിവാക്കുക. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പ്രാവശ്യത്തെ ഇലക്ഷന് പൊട്ടിച്ചതാണ്, പഴയതൊന്നല്ല. ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലാണ്, തോന്നൂർക്കര പള്ളിയുടെ അവിടെ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഇതേ ആവർത്തനം നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടായി. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയ പടക്കത്തിലും ഇതുണ്ട്. അപ്പം നമ്മുടെ പടക്കങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് വിശുദ്ധ ഖുർആന് കൊണ്ടാണ്. അതുകൊണ്ട് വീടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും പഴയ ഖുർആൻ, നിങ്ങൾ പഴയ പുസ്തകം വിൽക്കുന്നതിൻ്റെ കൂടെ മദ്രസയിലെ പുസ്തകമോ വിശുദ്ധ ഖുർആനോ അതുപോലെ തന്നെ ഖുർആൻ ആയത്തുള്ള പുസ്തകങ്ങളോ ഒരു കാരണവശാലും വിൽക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സ്വന്തം കരിച്ച് അത് ഒഴുക്കിക്കളയുകയോ അല്ലെങ്കിൽ കരിച്ച് കിണറ്റിലിടുകയോ ചെയ്യാം. ഒരു കാരണവശാലും ഇത്തരം ആളുകൾക്ക് കൊടുക്കരുത്. അത് മുഴുവൻ പടക്കമാക്കി ഉണ്ടാക്കി റോട്ടിൽ വന്ന് പൊട്ടി ഇതേ അവസ്ഥയിൽ ആളുകൾ മുഴുവൻ ചവിട്ടി പോത്തുന്ന അവസ്ഥയാണ് കാണുന്നത്. പ്രത്യേകം ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുക. ഈ പടക്കത്തെക്കുറിച്ച് അന്വേഷിച്ചു. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അതിൻ്റെ കൂടെ പിന്നാലെ കൂടി SP പരാതി കൊടുത്തു. ഇപ്പോൾ SP അന്വേഷിച്ചപ്പോൾ അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്ക് ലെറ്റർ പേഡിൽ എഴുതി പരാതി കൊടുത്തതിന് അടിസ്ഥാനത്തിൽ മഹല്ല് കമ്മിറ്റിക്ക് SP ഭാഗത്ത് നിന്ന് മറുപടി പിന്നാലെ കൂടി കുറേ പടക്കം പിടിച്ചെടുത്തു. ഇത് ശരിക്ക് നമ്മുടെ ഭരണഘടനാ ലംഘനമാണ്, നമ്മുടെ മതത്തെ പിച്ചു ചിന്തുന്ന അവസ്ഥയാണ് എന്നൊക്കെ പരാതി കൊടുത്തപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തിയത് കുന്നംകുളത്ത് നിന്നാണ്. കുന്നംകുളം പ്രദേശത്ത് ഉണ്ടാക്കുന്ന പടക്ക കമ്പനികളിൽ നിന്നാണെന്നാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇസ്ലാമിൽ നിന്നിച്ചാൽ അള്ളാഹു നമ്മളെ വെറുതെ വിടുകയില്ല.